Hi friends, welcome to Lakshmi's Cooking Stories. എൻ്റെ കുക്കിംഗ് വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് ഞാനൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാവും അത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം കുറേ പ്രിപ്പറേഷൻസ് ചെയ്ത് വയ്ക്കാനുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 250 ഗ്രാംസിൻ്റെ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, അത് ഇതുപോലെ കട്ട് ചെയ്ത് 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ സോൾട്ട് ഇത്രയും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളർ മാറി ഒരു പെയിൽ വൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മതിയാവും. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. നമ്മൾ ഓൾറെഡി അത് മാരിനേഷന് വെച്ചിരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അതേ കടായിൽ തന്നെ ഇപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണയുള്ള ഇതിലുണ്ട്, 1 ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്രോൺസ് നേരത്തെ ചിക്കൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞില്ലേ, അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോയാ സോസ്, പെപ്പർ പൗഡർ, സോൾട്ട് എല്ലാം 1/2 ടീസ്പൂൺ വീതം അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതും ഇതിലേക്ക് ഇടാം. ഇത് 5 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും. പ്രോണിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ അതുപോലെ സോട്ട് ചെയ്തെടുക്കാം. പ്രോൺസ് കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ളത് എഗ്ഗാണ്. എഗ്ഗിന് നമുക്കിതുപോലൊരു കടായി എടുത്തിട്ട് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എഗ്ഗ് സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റേജിലോട്ട് കടക്കാം. നമുക്കൊരു വലിയ കടായി എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജിഞ്ചറും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും കൂടെ ചെറുതായിട്ട് നുറുക്കിയതെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് നുറുക്കിയത്
അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് അടുത്ത് തന്നെ വച്ചിരിക്കണം. കാരണം ഫ്ലെയിം ഹൈ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മാറി പോയി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാം അടുത്ത് തന്നെ വച്ചിട്ട് വേണം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റർ ചെയ്ത് കൊടുക്കണം, ഫ്ലെയിം ഹൈ ആയതുകൊണ്ട്. ഇനി നമ്മളിതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് നുറുക്കിയത്, അത് ഏറ്റവും സ്പ്രിംഗ് ഒണിയൻ്റെ അറ്റത്തുള്ള ഗ്രീൻ പീസാണിത്, അത് ചെറുതായിട്ട് നുറുക്കിയത്. അതിൻ്റെ സ്റ്റെമ്മിൻ്റെ അവിടെ വരുന്നത് നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതി. വെജിറ്റബിൾസ് ഒന്നും തന്നെ നമുക്ക് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കുഞ്ഞായിട്ട് നുറുക്കിയത് 2 ടേബിൾ സ്പൂൺ. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ക്യാപ്സിക്കം ഇട്ടാൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ബീൻസ് ചെറുതായിട്ട് നുറുക്കിയത് 1/4 കപ്പ്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് 1/4 കപ്പ്, അതും ആഡ് ചെയ്യാം. ക്യാബേജ് അതും ചെറുതായിട്ട് നുറുക്കിയത്, അത് ഒരു 1/4 കപ്പ്. ഈ ഒരു ടൈമിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. ഇത്രയും ആഡ് ചെയ്യുക. ഇത് നല്ലോണം സോട്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പ്രോണും എല്ലാം ആഡ് ചെയ്യാം. ഞാൻ പ്രോൺസ് ആഡ് ചെയ്യുവാണ്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുക്കാതെ നമുക്കിനി സ്റ്റാർ ചെയ്യണം. നമുക്കിനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പാടില്ല, ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പതിയെ അതൊന്ന് ഇളക്കി കൊടുക്കണം. ദെൻ അഗെയിൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും പതിയെ ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ച് ആഡ് ചെയ്യുക. വീണ്ടും ഇളക്കുക. ഫൈനലായിട്ട് എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്പ്രിംഗ് ഒണിയൻ്റെ സ്റ്റെം തുടങ്ങുന്ന ഭാഗത്തുള്ള ഇതാണ്, അത് കട്ട് ചെയ്ത് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഒപ്പം 1/4 ടീസ്പൂൺ പെപ്പർ കൂടെ ആഡ് ചെയ്യും. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്യണം. നമുക്ക് 2 ഇങ്ങനത്തെ തടി സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഇളകി പോവാതിരിക്കാനായിട്ട്. ഇനി ഈ റൈസ് കുക്ക് ചെയ്യുന്ന രീതി ഞാനൊന്ന് പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെഷറിംഗ് കപ്പിൽ 2 കപ്പ് റൈസാണ്. ആ റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു 80% വേവേ പാടുള്ളൂ, ഓവർ കുക്കാവാൻ പാടില്ല. അങ്ങനെ കുക്കായ റൈസിനെ ഉടനെ തന്നെ സ്റ്റെയിനർ വഴി വെള്ളമെല്ലാം സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്
നമ്മൾ നല്ല തണുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കാരണം അങ്ങനെ സൂക്ഷിച്ചിട്ട് എടുക്കുന്ന റൈസിലുണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് നല്ല ഫ്രൈ ആയിട്ടുള്ളൊരു റൈസിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ അങ്ങനെയാണ് ആ റൈസ് എടുത്തിട്ടുള്ളത്. നമ്മളെ ഫ്രൈഡ് റൈസ് ഏതാണ്ട് റെഡിയായി. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ബീഫും മട്ടണും ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ പ്രോൺസും ചിക്കനും വെജിറ്റബിൾസും എഗ്ഗും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Take care. Bye-bye.